സല്യൂട്ട് സോദരരെ. 2018 ഞാൻ ജയിൽ വകുപ്പ് മേധാവിയായിരിക്കുന്ന സമയം ഒരു ദിവസം രാവിലെ ഒരു 9:30-10 മണിയോടടുപ്പിച്ച് എന്നെ ഒരു വിരമിച്ച ഉന്നത ഉദ്യോഗസ്ഥൻ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ശ്രീലേഖ ഇന്നത്തെ മാതൃഭൂമി ചാനൽ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പൊതുവെ അങ്ങനെ ചാനലുകളൊന്നും കണ്ടുകൊണ്ടിരിക്കുന്ന സ്വഭാവമുള്ള ആളല്ല, പ്രത്യേകിച്ച് വാർത്തകൾ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് വെച്ച് നോക്കുന്നല്ലാതെ. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല സർ കണ്ടില്ല, എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ശ്രീലേഖയെക്കുറിച്ചൊരു വാർത്ത വരുന്നുണ്ട്, അതിനകത്ത് ഒന്ന് കണ്ടു നോക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ മാതൃഭൂമി ചാനൽ ഓൺ ചെയ്തപ്പോൾ അതിനകത്ത് സ്മൃതി പരുത്തിക്കാടൻ എന്ന് പറയുന്ന ആങ്കർ ഇരുന്ന് എന്നെക്കുറിച്ചൊരു കഥ പറയുകയാണ്. പക്ഷേ അതിന് മുമ്പായിട്ട് ഞാൻ ഈ സ്ക്രോള് കണ്ടിരിക്കുന്നത് ADGP ശ്രീലേഖ ഓടിച്ചിരുന്ന വാഹനം അശ്രദ്ധയോടും അമിത വേഗത്തോടും പോയി ഒരാളെ ഇടിച്ചിട്ട് അയാൾ പരിക്കേറ്റ് ആസന്ന നിലയിൽ കിടക്കുകയാണ്. ജോലിക്കൊന്നും പോകാൻ പറ്റാതെ വളരെ കഷ്ടമായിട്ടിരിക്കുകയാണ്. എന്താ കാര്യം എന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഞാൻ കുറേ വർഷങ്ങളായിട്ട് ASP ആയിരുന്നപ്പോൾ മാത്രമാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. SP ആയ ശേഷം വർഷങ്ങളായിട്ട് ഞാൻ വാഹനം ഓടിച്ചിട്ടില്ല. ലൈസൻസ് പുതുക്കിയെടുക്കും, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോകാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ എപ്പോഴും ഡ്രൈവർമാരാരെങ്കിലും കാണുന്നത് കൊണ്ട് വാഹനം ഓടിച്ചുകൊണ്ട് അങ്ങനെ ഞാൻ പോകാറില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാഹനം ഓടിച്ചുകൊണ്ട് അശ്രദ്ധയോടുകൂടി പോയി ഒരാളെ ഇടിച്ച് തെറിപ്പിച്ച് അയാൾ അത്യാസന്ന നിലയിൽ കിടക്കുന്നു. ഞാൻ അതിന് നടപടി എടുത്തില്ല. കൂടാതെ ഞാൻ എൻ്റെ സ്വാധീനം, പോലീസ് എന്ന സ്വാധീനം ചെലുത്തിക്കൊണ്ട് കേസിൽ നിന്ന് ഒഴിവായി എന്നൊക്കെയുള്ള മട്ടിലാണ് എഴുതി കാണിക്കുന്നത്. അപ്പോൾ വാർത്ത വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കാത്തിരുന്നു. വിശദമായ വാർത്ത കുറച്ച് കഴിയുമ്പോൾ വരുമല്ലോ. അപ്പോൾ വാർത്ത വന്നപ്പോൾ ഒരു തീരെ ശയ്യാലംബനായിട്ടുള്ള ഒരാളെ കാണിച്ചിട്ട്, കുറച്ച് പ്രായമായ ഒരാളാണ്, നരയൊക്കെ ഉണ്ട്, അയാളെ കാണിച്ചിട്ട് അയാൾ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടപ്പിലാണ്. അപ്പോൾ കുറേ വർഷങ്ങൾ എന്ന് കേട്ടപ്പോൾ ഞാൻ വെച്ചാൽ ഇതിപ്പോഴൊന്നും നടന്ന സംഭവമായിരിക്കത്തില്ല, എങ്കിലും ഞാൻ എപ്പോഴാണ് കാർ ഓടിച്ച് പോയിട്ടുള്ളത് എന്നുള്ള, ഇതെന്താ ഇങ്ങനെ കള്ള വാർത്ത, ഒട്ടും സത്യസന്ധമല്ലാത്തൊരു വാർത്ത ഇങ്ങനെ ഒരു ചാനലിൽ കൂടെ രാവിലെ തൊട്ട് കാണിക്കുന്നതെന്ന് തന്നെ എന്ന് അതിശയിപ്പിച്ചു. ഞാനിങ്ങനെ അമ്പരപ്പോടുകൂടി വായും പൊളിച്ച് അതൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്, എന്താ സംഗതി എന്ന്. ഒരു റിപ്പോർട്ടറാണ് അയാളെ ചോദ്യം ചെയ്യുന്നപ്പോൾ അയാൾ പറഞ്ഞു, ഇങ്ങനെ എനിക്കൊന്നിനും വയ്യ, എനിക്ക് പാരാലിസിസ് വന്നു, വാഹനം അപകടത്തിന് ശേഷം ഉണ്ടായതാണ്, ശ്രീലേഖയുടെ വാഹനമായിരുന്നു എന്ന് പറഞ്ഞു. അയാളുടെ ഭാര്യ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ അത് ശരിയാണ്, ഇത് എനിക്ക് ഈ ചേട്ടനെ നോക്കാൻ പറ്റാതെ എൻ്റെ ജോലിയും പോയി, ഞങ്ങൾ വളരെയധികം കഷ്ടപ്പാടാണ്, മരുന്ന് വാങ്ങിക്കാൻ പോലും കാശില്ല എന്നുള്ള മട്ടിൽ അവരും സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാനിങ്ങനെ എന്ത് പറ്റി ഇങ്ങനെ ഒരു സംഭവം വരാനായിട്ട്, ഒരു വിവരവും ഇല്ലാതെ ചുമ്മാ ഒരു കള്ള വാർത്ത പരക്കുമോ എന്നുള്ള മട്ടിൽ ഇങ്ങനെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലും ഇടിച്ചിട്ടുണ്ടോ എന്ന് ആലോചിച്ചപ്പോൾ എറണാകുളം പത്തടിപ്പാലം എന്നൊരു വാക്ക് ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ പോയപ്പോൾ പെട്ടെന്ന് എനിക്ക് മനസ്സിൽ കൂടെ തോന്നി, ഇത് 14 വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് ആയിരിക്കുമോ പറയുന്നത് എന്ന്. ശരിക്കും നടന്ന സംഭവം സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളോട് വിവരിക്കാം. 2004 മെയ് മാസം മുതൽ 2005 ഓഗസ്റ്റ് വരെ ഞാൻ മധ്യമേഖല DIG ആയി ജോലി ചെയ്തിരുന്നു. അതേക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായി നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. 2005 ജനുവരി മാസം IG ട്രെയിനിങ് ആയിരുന്ന അലക്സാണ്ടർ ജേക്കബ് സാർ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ശ്രീലേഖ കേരള പോലീസ് അക്കാഡമിയിലെ SIമാരുടെ ട്രെയിനിങ് നടക്കുകയാണ്, അപ്പോൾ അവിടെ ഒരു ക്ലാസ് എടുക്കാൻ ശ്രീലേഖ വരണം എന്ന് പറഞ്ഞു. കേപ്പ എന്ന് പറയുന്ന കേരള പോലീസ് അക്കാഡമി തൃശ്ശൂർ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല, ഒരു 7-8 മാസമേ ആയിട്ടുള്ളൂ. പിന്നെ അലക്സാണ്ടർ ജേക്കബ് സാറിന് അതിൻ്റെ ഡയറക്ടറുടെ അധിക ചുമതലയും കൂടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ സാറ് വിളിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് സമ്മതിക്കണമല്ലോ, ഞാൻ വരാൻ സാർ എന്ന് പറഞ്ഞാൽ അങ്ങനെ സാറ് കൺവീനിയൻ്റ് ആയിട്ട് ഒരു ടൈം ടേബിൾ എനിക്ക് അയച്ചു തന്നു. അതനുസരിച്ച് ഞാൻ നോക്കുമ്പോൾ കാര്യമായിട്ട് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസോ ഒന്നും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഞാൻ വന്നേക്കാം, ഒരു 11-11:30 ക്ലാസ്സിന് ഞാൻ പങ്കെടുക്കാം, വൈകിട്ടത്തേക്ക് തിരിച്ച് വരത്തക്ക രീതിയിലെന്ന് പറഞ്ഞു. ഇപ്പോൾ എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ പോകാനായിട്ട് 1.5 മണിക്കൂർ തൊട്ട് 2 മണിക്കൂർ വരെ ഒരുപാട് ട്രാഫിക് ഉണ്ടെങ്കിൽ അത്രേ എത്തുകയുള്ളൂ. പിന്നെ സാധാരണ ലോ ആൻഡ് ഓർഡറിൽ ജോലി ചെയ്യുമ്പോൾ രാവിലെ ഒരു സാട്ട എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് എല്ലാ ഓഫീസേഴ്സിനും DIG വിളിച്ച് പറയും എന്തൊക്കെ കാര്യങ്ങൾ തലേന്നാൾ നടന്നു, ഏതൊക്കെ മേജർ കേസുകൾ എടുത്തു, ഇന്നത്തെ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന്. സിറ്റുവേഷൻ ആൻഡ് ട്രെൻഡ് അനാലിസിസ് എന്നതിനെയാണ് സാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ പണ്ട് അതിനെ സിട്രപ്പ് എന്ന് വിളിച്ചിരുന്നു, സിറ്റുവേഷൻ റിപ്പോർട്ട് എന്ന്. പക്ഷെ അത് പിന്നീട് സാറ്റ എന്ന പേരിൽ ഓമന പേരായിട്ട് മാറുകയും ചെയ്തു. അങ്ങനെ SP ആയിട്ടിരിക്കുമ്പോൾ താഴെയുള്ള DYSPമാരെ വിളിച്ച് പറയും, അത് നമ്മൾ സീനിയർ ഓഫീസേഴ്സിനെ അറിയിക്കണം, 8 മണിക്ക് മുമ്പായിട്ട് അറിയിക്കണം. DIG ആയിട്ടിരിക്കുമ്പോൾ എല്ലാ SP മാരും എന്നെ വിളിക്കും, 8 മണിക്ക് മുമ്പായിട്ട് വിളിക്കും. അത് ഞാൻ മുകളിലുള്ള ഓഫീസേഴ്സിനെ അറിയിക്കണം, അങ്ങനെയാണ്. അപ്പോൾ സാറ്റ കഴിയുമ്പോൾ ഏകദേശം 8 മണി 8:30 ആവും. പിന്നെ IG DGP ഒക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിച്ച ശേഷം മാത്രമേ എനിക്ക് തിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയമൊക്കെ ഞാൻ അതിരാവിലെ ഉണരും, ഞാൻ നടക്കാൻ പോവുമായിരുന്നു.
അപ്പോൾ എൻ്റെ ഒരു പതിവ് ശൈലി എന്ന് പറയുന്നത് രാവിലെ നടക്കുന്ന 1 മണിക്കൂറോളം നടത്തമുണ്ട്. അപ്പോൾ നടക്കുന്നതിനോടൊപ്പം ഞാൻ കുറച്ച് എനിക്ക് ഡെയിലി പറയുന്ന കുറേ പ്രാർത്ഥനയും മന്ത്രങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചൊല്ലിക്കൊണ്ട് മനസ്സിൽ ചൊല്ലിക്കൊണ്ടാണ് നടക്കുന്നത്. അതോടൊപ്പം ഒരു കുഞ്ഞ് ഐപാഡ് ഉണ്ട്. അപ്പോൾ ഐപാഡിൽ ഇയർഫോൺ കുത്തി ഞാൻ ഇഷ്ടമുള്ള പാട്ടുകൾ കമ്പ്യൂട്ടറിൽ നിന്ന് എടുത്ത് കയറ്റി അതും കേട്ടുകൊണ്ടാണ് നടക്കുന്നത്. അങ്ങനെ 3 കാര്യം ഒറ്റയടിക്ക് നടക്കും. അതിനുശേഷം തിരികെ വന്ന് ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് പത്രപാരായണം തുടങ്ങും. ആ സമയം എല്ലാ പത്രവും വായിക്കണം എന്നാണ്, ഹെഡ്ലൈൻസ് എങ്കിലും വായിച്ച് നോക്കണം. കുറേ പത്രങ്ങളുണ്ടല്ലോ, അതിൻ്റെ എല്ലാത്തിൻ്റെയും മേജർ വിവരങ്ങൾ നോക്കും. 7:45 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും എസ് പിമാർ വിളിക്കുക. അപ്പോൾ എസ് പിമാർ വിളിച്ച ശേഷം ഞാൻ 8:30 DGPയെ വിളിച്ച് കാര്യങ്ങളൊക്കെ ധരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അതിന് ശേഷമാണ് കുളിച്ചിട്ട് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് തിരിക്കാൻ സാധിക്കുക. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് പേര് കയറി വന്നു ഒരു പരാതിയുമായിട്ട്. അപ്പോൾ ഒരു പരിചയമുള്ള ആൾക്കാരായതുകൊണ്ട് അവരെ എനിക്ക് പിന്നെ വരൂ, പോയിട്ട് വാ, കുറച്ച് ദൂരെ നിന്ന് വന്നതാണ്, അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അവരെ പിടിച്ചിരുത്തി പരാതിയൊക്കെ കേട്ടിട്ട് അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ അപ്പോഴേക്കും ഞാൻ കുളി കഴിഞ്ഞിരുന്നു. പിന്നെ ഇപ്പോൾ യൂണിഫോം മാറ്റണം. അങ്ങനെ യൂണിഫോം മാറ്റി വന്നപ്പോഴേക്കും മുടി ഉണങ്ങിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് മുടി ഞാൻ അഴിച്ചിട്ടിട്ട് പോകുന്ന വഴി ഉണങ്ങുമ്പോൾ പിന്നെ കെട്ടി വെക്കാമല്ലോ. യൂണിഫോം ഇടുമ്പോൾ വളരെ ചെറുതായിട്ട് ബൺ കെട്ടി വെക്കണം. ക്ലാസ് എടുക്കാനുള്ളതിനൊന്നും പ്രിപ്പയർ ചെയ്യാനായിട്ട് സമയം കിട്ടില്ല. എനിക്ക് തോന്നുന്നു മനുഷ്യാവകാശ നിയമത്തെക്കുറിച്ചോ മറ്റോ ആയിരുന്നു അന്ന് ക്ലാസ്. അപ്പോൾ അതിനകത്തെ സെക്ഷൻസൊക്കെ നോക്കണം, അതിൻ്റെ ഹൈക്കോടതി സുപ്രീം കോടതി ഉത്തരവുകളുടെ ബേസിസും അതിൻ്റെ കഥകളും ഒക്കെ നോക്കണമല്ലോ. 9:30 മുമ്പായിട്ട് തിരിച്ചു. അപ്പോൾ എന്തായാലും 11 മണിയാകുമ്പോൾ അവിടെ എത്തും. 11:15 11:30 ആകുമ്പോൾ ക്ലാസ്സിൽ കയറാമല്ലോ എന്നുള്ള മട്ടിലായിരുന്നു ഇരുന്നത്. 1.5 മണിക്കൂർ എങ്ങാണ്ടായിരുന്നു ക്ലാസ്. അപ്പോൾ എൻ്റെ ഡ്രൈവർ ആ സമയം ഷാജി എന്ന് പറഞ്ഞ ഒരു ഓഫീസറായിരുന്നു. നല്ല ഒരു ഉദ്യോഗസ്ഥനാണ്, വളരെ മിടുക്കനാണ്, നന്നായിട്ട് ഡ്രൈവ് ചെയ്യും. വലിയ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോകുമ്പോൾ ഷാജി വണ്ടി ഓടിക്കുമ്പോൾ എനിക്കൊരു സമാധാനമാണ്, ഒരു കൺട്രോളുണ്ട് വണ്ടിക്ക്. എൻ്റെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറായിരുന്നത് ജീവൻലാൽ എന്നു പേരുള്ള ഒരു മിടുക്കനായിട്ടുള്ളൊരു ഓഫീസറായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരുമായിട്ടാണ് പോയത്. ഞാൻ പുറകിലിരുന്നു കൊണ്ട് ഞാൻ കൂടുതൽ സമയവും ഇങ്ങനെ റെഫറൻസ് വെച്ച് വായിച്ച് പറയേണ്ടത് എന്താണ്, ക്ലാസ് എടുക്കേണ്ടത് എന്താണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പോകുന്ന വഴി നല്ല ട്രാഫിക്കായി. പെട്ടെന്ന് ഇങ്ങനെ ബ്രേക്ക് ചവിട്ടുന്ന ശബ്ദം കേട്ടപ്പോഴാണ് ഞാൻ തല ഉയർത്തി നോക്കിയത്. അന്ന് ഈ റോഡെന്ന് പറയുന്ന NH വളരെ നല്ല റോഡാണ്, ഒരുപാട് ട്രാഫിക് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ ഒരു 4 ലൈൻ പാത്ത് ആയതുകൊണ്ട് ഇടയ്ക്ക് ഒരു ചെറിയ ഒരു ഡിവൈഡർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡിവൈഡർ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാതിരിക്കാനായിട്ട് ഒരു വഴി കൂടെ ഒരു വണ്ടികൾക്ക് 2 നിരയായിട്ട് പോകാം, മറ്റു വശത്തൂടെ 2 നിരയായിട്ട് പോകാം. അപ്പോൾ രാവിലത്തെ തിരക്ക് കാരണം സ്കൂട്ടറുകളും 2 വീലറുകളും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു 2 വീലർ ഇങ്ങനെ നമ്മളെ തട്ടാൻ പോയ ശേഷം ഇങ്ങനെ മറിഞ്ഞ് വീഴുന്നത് കണ്ടു. 2-3 കാറുകൾ വന്ന് ഇടിക്കുന്ന പോലെ നിർത്തുന്നത് കണ്ടു. നമ്മുടെ വണ്ടി ഡ്രൈവർ ആരെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെട്ടിത്തിരിച്ചു, വലത്തോട്ട് വെട്ടിത്തിരിച്ചിട്ട് ആ സ്പീഡും കൺട്രോളും കിട്ടാതെ ഡിവൈഡറിൻ്റെ മുകളിലൂടെ വണ്ടി കയറി ഒന്ന് തലകുത്തി മറിഞ്ഞ് റോഡിൻ്റെ അപ്പുറത്തെ വശത്തോട്ട് ചെന്ന് ടപ്പെന്ന് വീണിട്ട് എനിക്ക് തോന്നുന്നത് അങ്ങ് തിരിഞ്ഞു പോയിന്ന്. അപ്പോൾ ഞാനിങ്ങനെ ഒരു വശത്തോട്ട് തിരിഞ്ഞിങ്ങനെ വീണ് കിടക്കുകയാണ്. താഴെ പുറകിലത്തെ ഗ്ലാസ് പൊട്ടി, എൻ്റെ താഴത്തെ ഗ്ലാസ് പൊട്ടി. എനിക്ക് എന്തോ സംഭവിക്കുന്നതെന്ന് അറിയുന്നത് ഇത് നിമിഷ നേരം കൊണ്ട് സംഭവിക്കുന്നതല്ലേ. അപ്പോൾ ഇങ്ങനെ മറിഞ്ഞ് വീണ് കിടക്കുന്നു. ശരീരത്തിലൊന്നും പെയിനും ഒന്നും അറിയാൻ വയ്യ. എനിക്ക് എന്താണ് ഒരു സെൻസേഷൻ പോലും കിട്ടുന്നില്ല. ഇത് എന്തോ സംഭവിച്ചതെന്ന് അനാലിസിസ് ചെയ്യാനും ഒന്നും പറ്റുന്നില്ല എനിക്ക്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഷാജി എങ്ങനെയോ ക്രോൾ ചെയ്ത് വെളിയിലിറങ്ങി. ജീവൻലാൽ കൊച്ചു പയ്യനാണ്, മിടുക്കൻ. അവൻ ചാടി വെളിയിലിറങ്ങി എന്നെ ഇപ്പുറത്തെ വശത്തുനിന്ന് പൊക്കിയെടുക്കുകയാണ് മുകളിൽ കൂടെ. ഒരു ഗ്ലാസ് പൊട്ടിച്ചിട്ട് അതിൻ്റെ പൊട്ടിക്കിടക്കുന്ന ഗ്ലാസ്സാണ്, അത് ഫുള്ളായിട്ട് പൊട്ടിച്ചിട്ട് അതിൻ്റെ വശത്തൂടെ ഇങ്ങനെ പൊക്കി വലിച്ചെടുക്കുകയാണ്. അപ്പോൾ 2-3 ആൾക്കാരും കൂടെ കൂടി വന്നു. ഞാനിങ്ങനെ മുടിയൊക്കെ പറത്തിയിട്ട് യൂണിഫോമും ഇട്ട് ദേഹത്ത് ഇവിടെയൊക്കെ പൊട്ടി ചെറിയ ചോരയൊക്കെ ഒലിക്കുന്നുണ്ടായിരുന്നു. ഗ്ലാസ് കുത്തിത്തരും, വേറെ ഒന്നുമില്ല. ഈ ചില്ലുകളൊക്കെ ഇങ്ങനെ ദേഹത്തും അവിടെ ഇവിടെയൊക്കെ കുത്തി കയറിയിട്ട് ചോര പൊട്ടി ഒലിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പുറത്തോട്ട് വന്ന് ഞാൻ ചോദിച്ചു എന്തോ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ കുറുകെ ചാടിയതാ മാഡം എന്ന് ചോദിച്ചു. ഞാൻ അയ്യോ അയാൾക്ക് എന്തെങ്കിലും പറ്റിയോ, അയാൾ മരിച്ചു പോയി. അപ്പോൾ അയാളെ ഇടിച്ചേ ഇല്ല. അയാൾ ഇവിടുന്ന് ഓടി വന്ന് ഇടതുവശത്തു നിന്ന് ഓടി വന്ന് ഒന്നും നോക്കാതെ കുറുകെ ചാടി ഓടി, അയാളെ ഇടിച്ചിട്ടില്ല, അയാൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നാലും ഒന്ന് നോക്കിയേരേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അയാളെ ഒരു സ്കൂട്ടർ എങ്ങാണ്ട് ചെറുതായിട്ട് തട്ടി. അപ്പോൾ അയാൾ പോയി അവിടെ കിടപ്പുണ്ട്, വശത്ത് കിടപ്പുണ്ട്, നമുക്ക് ആശുപത്രിയിലോട്ട് പോകാമെന്ന് പറഞ്ഞു. ഇപ്പോൾ എറണാകുളം മെഡിക്കൽ സെൻ്ററാണ് അതിൻ്റെ ഏറ്റവും അടുത്തുള്ള ആശുപത്രി. പെട്ടെന്ന് ഒരു ആംബുലൻസ് വരുത്തി വേഗം വന്നെന്ന് തോന്നുന്നു, അതോ ആരോ കാറിൽ കയറ്റിയതാണോ എനിക്കൊന്നും ഓർമ്മയില്ല. എറണാകുളം മെഡിക്കൽ സെൻ്ററിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്തുണ്ട്, യൂറോളജിസ്റ്റാണ്, ഡോക്ടർ വിജയൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഡോക്ടർ വിജയൻ ഉണ്ട് എന്നുള്ളൊരു സമാധാനം എനിക്ക് മനസ്സിലുണ്ട്. എന്നെ ടേക്ക് കെയർ ചെയ്തോളും,
ഒന്നുമില്ലെങ്കിൽ റേഞ്ച് DIG ആണല്ലോ. അപ്പോൾ എന്തായാലും നോക്കിക്കോളും എന്നുള്ളൊരു സമാധാനമുണ്ട്. എന്നാലും എന്തൊക്കെയോ ഒരു കൺഫ്യൂഷൻ ഇങ്ങനെ മനസ്സിൽ കൂടെ ഒരു ദുർഘടം ഒരു അപകടം വന്നു കഴിയുമ്പോൾ നമ്മൾ ആകെ ഒന്ന് ഒരു വരുമല്ലോ, വല്ലാതൊരു അവസ്ഥയിൽ വരും. എന്തായാലും അവിടെ ചെന്ന് അവിടെ പരിശോധിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞു. പിന്നെ എനിക്ക് എന്താ സംഭവിച്ചതെന്ന് ഓർമ്മയില്ല. കാരണം ഐ തിങ്ക് അവരെന്തോ ഉറക്ക മരുന്നോ എന്തോ മരുന്ന് കുത്തിവെക്കുകയോ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയോ എന്തോ ചെയ്തെന്ന് തോന്നുന്നു. പിന്നെ നോക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് അടുത്ത് നിൽപ്പുണ്ട്. തിരുവനന്തപുരത്താണ് അദ്ദേഹം ഒന്ന് ജോലി, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം അടുത്ത് നിൽപ്പുണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഡോക്ടർ വിജയനും അടുത്തുണ്ട്. അപ്പം എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു പ്രോബ്ലം ഇല്ല. കുറച്ച് മുറിവുകൾ പുറകിലും അവിടെ ഇവിടെയൊക്കെ ഗ്ലാസ് കൊണ്ടിട്ട് പറ്റിയിട്ടുണ്ട്. ഇടത്തെ കൈ ചേർന്ന് ഇങ്ങനെയല്ലേ വീണത്, അപ്പോൾ അതിനകത്തൊരു ചെറിയ തിരിവുണ്ട്, കുറച്ച് സ്പ്രെയിനും വേദനയൊക്കെ ഉണ്ട്, ഒടിവില്ല, എക്സ്റേ എടുത്ത് നോക്കി എന്നൊക്കെ പറഞ്ഞു. ഇപ്പം ഡ്രൈവർ ഷാജിക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായത്. അയാൾ നല്ല പരിക്കുകളുണ്ട്, അയാളുടെ BP അങ്ങ് ഭയങ്കരമായിട്ട് ഷൂട്ടപ്പ് ചെയ്തു, ഭയങ്കര ട്രോമയിലാണ് ആൾ. അതുകൊണ്ട് ഷാജിയെ നമ്മൾ ICUയിലോട്ട് മാറ്റിയിട്ടുണ്ട്, കാർഡിയാക്ക് എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ഡോക്ടർ എൻ്റെ ഹസ്ബൻഡും ഡോക്ടർ വിജയനും കൂടെ പോയി ആ കുറുകെ ചാടി ആളെ പോയി കണ്ടപ്പോൾ അയാൾ വളരെ അപ്പോളജറ്റിക് ആയിരുന്നു. അയാൾ പറഞ്ഞു, അയ്യോ സോറി എന്തോ അത്യാവശ്യം വന്നതുകൊണ്ട് ഞാൻ തലങ്ങും വിലങ്ങും നോക്കാതെ പെട്ടെന്ന് അങ്ങ് ഓടി എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓടിയതാണ്, ഇങ്ങനെ പറ്റുമെന്ന് പറഞ്ഞില്ല സാറേ, സോറി, കേസാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കാറ് മുഴുവനും നശിച്ചു പോയി, ഡ്രൈവർക്ക് ഇത്രയും കുഴപ്പം, കേസ് എടുക്കാതെ വിട്ട് കഴിഞ്ഞ് ഇനി നാളെ പോയി അയാൾ നമ്മൾക്കെതിരെ കേസ് കൊടുത്താൽ എന്ത് ചെയ്യും? അതുകൊണ്ട് FIR എടുത്തിടുന്നതാണ് നല്ലത്. കാരണം സർക്കാർ വാഹനമാണെങ്കിലും ഇൻഷുറൻസ് കിട്ടണ്ടേ. അപ്പോൾ എന്തായാലും FIR ഇല്ലാതെ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധിച്ച് കേസ് എടുത്തു. പക്ഷേ അയാൾക്ക് ഈ കുറുകച്ചാടിയ ആൾക്ക് കേസ് എടുക്കണമെന്ന് യാതൊരു താല്പര്യമില്ല. അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു, സാറേ കേസ് എടുക്കല്ലേ, എൻ്റെ ഭാവി പോവും, എൻ്റെ ലൈസൻസ് പോവും, ഞാൻ 2 വീലർ ഓടിക്കുന്നതാണ്, എൻ്റെ ജോലി പോവും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവസാനം കേസെടുത്തത് എന്തായിന്ന് എനിക്കറിയില്ല. അയാൾ കുറുകെ ചാടി എന്നുള്ള മട്ടിൽ കേസ് അങ്ങ് പോയി. പിന്നെ അവസാനം കോടതി നാളെ വെറുതെ വിട്ടോന്ന് അറിയില്ല. കാരണം ഇത് ഇത്ര വർഷം മുമ്പുള്ളതാണ്. അന്ന് തന്നെ ആശുപത്രിയിൽ നിന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തു. ഞാൻ കേപ്പായിൽ വിളിച്ച് പറഞ്ഞു, എനിക്ക് വരാൻ പറ്റില്ല, കാർ ഒരു ആക്സിഡൻറ്റിൽ പെട്ടുപോയി എന്ന് അലക്സാണ്ടർ ജേക്കബ് സാറിനെ അറിയിക്കണം എന്ന് പറഞ്ഞു. വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തു. കാരണം നല്ല പെയിൻ ഉണ്ടായിരുന്നു ബോഡിയിലൊക്കെ. കൈ ഒരു സ്ലിങ്ങിൽ ഇട്ടിരിക്കുകയായിരുന്നു ഒരു റിക്കവറി ചെയ്യാൻ വേണ്ടിയിട്ട്. അന്ന് ഷാജി കുറേ നാൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. ജീവൻലാലിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷേ കാറ് പോയി. എന്നിട്ട് അത് വേറൊരു കുറേ നാളെടുത്തത് റിപ്പയർ ചെയ്ത് കിട്ടാനായിട്ട്. അന്ന് DGP തരകൻ സാറും സാറിൻ്റെ വൈഫും കൂടെ എന്നെ അന്വേഷിച്ചൊക്കെ വന്നു, ഈ വിവരമൊക്കെ അറിഞ്ഞിട്ട് എന്താ പറ്റിയതെന്ന് അറിയാനായിട്ട്. അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോഴും എന്നാലും വന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം സാറന്ന് DGP പദവിയിൽ നിന്ന് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവിടേക്ക് അതിൻ്റെ ചീഫായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടി പോകാനിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ നല്ല വാർത്ത അറിഞ്ഞ ഒരു സന്തോഷത്തിൽ സാറിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ എന്നെ ഒന്ന് അന്വേഷിച്ച് വരാമെന്ന് വിചാരിച്ച് വന്നതിൽ എനിക്ക് വലിയ നന്ദിയുണ്ട് ഇപ്പോഴും. ആ സംഭവമാണ് ഇപ്പോൾ മാതൃഭൂമി ചാനൽ എടുത്തിട്ട് വാർത്തയായിട്ട് ഇന്നാൾ നടന്നു എന്നുള്ള മട്ടിൽ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് എൻ്റെ സ്വകാര്യ വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ പറ്റിയതാണെന്നുള്ള മട്ടിൽ പറയുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് എന്തായാലും ഇത് പ്രതികരിക്കണം. ഞാൻ ഈ മാധ്യമക്കാരോടും ഒന്നും അങ്ങനെ സംസാരിക്കാറില്ല. എനിക്ക് കുറച്ച് പേരുമായിട്ട് സൗഹൃദമുണ്ട്. കേൾക്കുന്നവർക്ക് എന്താ തോന്നുക, ഞാൻ ഒരു IPS ഓഫീസർ, എൻ്റെ എന്തോ ഒരു ആവശ്യത്തിന് എൻ്റെ സ്വന്തം വാഹനം ഞാൻ ഓടിച്ചുകൊണ്ട് വളരെ അശ്രദ്ധയോടും അലക്ഷ്യമായും ചിലപ്പോൾ എന്തെങ്കിലും ലഹരി പദാർത്ഥം ഉപയോഗിച്ചിട്ടാണോ എന്നറിയില്ല, അമിത വേഗത്തിൽ ഓടിച്ച് ഒരാളെ ഇടിച്ച് തെറിപ്പിച്ച് പോയിട്ട് ഞാൻ എൻ്റെ സ്വാധീനം ഉപയോഗിച്ച് കേസ് തേച്ച് മാച്ച് കളഞ്ഞിട്ട് ഗമയിൽ നടക്കുന്നു, എന്തൊരു സ്ത്രീ എന്നുള്ള മറ്റുള്ള ആളുകൾക്ക് കേൾക്കുമ്പോൾ തോന്നുമല്ലോ. അത് എന്തെങ്കിലും തോന്നട്ടെ, പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു വാർത്ത പ്രചരിക്കുന്ന ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഓഫീസിൽ പോയിരുന്ന ഒരു കത്ത് എഴുതി, സംഭവം നടന്നത് ഇതാണ് ശരിക്കുമെന്ന് പറഞ്ഞ് ഞാൻ മാതൃഭൂമി ചാനൽ എന്ത് കാര്യത്തിന് വിളിച്ചാലും ഞാൻ പോകും. അവരെന്നെ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ഞാൻ പോയിട്ടുണ്ട്. ഷീ ന്യൂസ് എന്ന് പറഞ്ഞൊരു ന്യൂസ് വായിക്കാൻ ഞാൻ പോയിട്ടുണ്ട്. അവരുടെ ഗൃഹലക്ഷ്മി വേദികളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. മാതൃഭൂമിയുടെ ഒരു ആനുവൽ ചടങ്ങിൽ കുടുംബ സമ്മേളനത്തിൽ ഞാൻ പോയി പങ്കെടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ അവരുമായിട്ട് നല്ല രീതിയിൽ പൊക്കോണ്ടിരുന്നതാണ്. പക്ഷേ എന്താണ് ഇങ്ങനെ ഒരു കഥ വരാൻ കാരണം എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അത് തിരുത്തണമല്ലോ. ഞാൻ അന്നത്തെ MD ആയിരുന്ന ശ്രേയംസ് കുമാർ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചായിരുന്നു. അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ട് എന്നെക്കുറിച്ച്, അത് സത്യസന്ധമല്ല, ശരിക്കും നടന്നത് ഇതാണ്, അപ്പോൾ അതൊന്ന് നിർത്തിയാൽ കൊള്ളാം, ഞാനത് അതിൻ്റെ റിപ്പോർട്ട് എഴുതി തരികയാണെന്ന് പറഞ്ഞ് ഞാൻ അതിൻ്റെ ഒരു ഇതുമായിട്ട് ഒരാളുടെ കൊടുത്തു വിട്ടു. അത് 11:30 ആയപ്പോൾ തൊട്ട് അത് നിൽക്കുകയും ചെയ്തു. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം, അതായത് ചെറിയ ചെറിയ സംഭവങ്ങൾ നടന്നാൽ പോലും അത് പെരുപ്പിച്ച് കാണിച്ച് വർഷങ്ങൾക്ക് ശേഷവും നമ്മളെ അടിക്കാനുള്ളൊരു ആയുധമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം നിർഭാഗ്യവശാൽ നിലവിലുണ്ട്. ഒരു പോലീസ് ഓഫീസറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്താലും എന്തെങ്കിലും തെറ്റ് പാകപ്പിഴകൾ വന്നാലും അത് വല്ലാതെ പെരുപ്പിച്ച് ആളുകളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്
അതിനോട് എനിക്കൊട്ടും യോജിപ്പില്ല. പക്ഷേ എന്നാലും ജനങ്ങൾക്കത് കാണാൻ ഇഷ്ടമാണ്, ഗോസിപ്പല്ലേ. അപ്പോൾ അത് കണ്ടിട്ട് എന്നെ വിളിച്ചു പറഞ്ഞ ഒരു സീനിയർ ഓഫീസർ എന്തായാലും അദ്ദേഹത്തിന് എന്നോടൊരു ചെറിയ സ്നേഹമുള്ളത് കൊണ്ടാണ് ശ്രീലേഖ എന്താ സംഭവം എന്ന് അന്വേഷിച്ചത്. അപ്പോൾ എനിക്കിതൊന്നും മനസ്സിലായില്ല, അമ്പരപ്പായിരുന്നു. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിൽ. വളരെയധികം ഇങ്ങനെ കഥകൾ പരക്കും. പക്ഷേ അത് ചിലതൊക്കെ നമ്മളെ നല്ലപോലെ എഫക്റ്റ് ചെയ്യും. ഇതെന്നെ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്തില്ല. ഒരു പ്രതിയായിട്ടിരുന്ന ഒരാൾ ഇപ്പോൾ ഒരു ദിവസം അയാൾക്ക് വയ്യാത്ത അവസ്ഥയിൽ അയാൾക്ക് കാശ് വേണം എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ ആരെങ്കിലും പോയി അയാളെ കൊണ്ട് പ്രേരിപ്പിച്ച് ചെയ്യിച്ചതാവാനേ വഴിയുള്ളൂ. എനിക്കിട്ട് അടിക്കാനുള്ള വേറൊരു വടിയായിട്ട് അവരത് എടുക്കാനൊരു ശ്രമം നടത്തി. കുറച്ച് പേർക്കെങ്കിലും എന്നെക്കുറിച്ചൊരു അവമതിപ്പ് തോന്നിക്കോട്ടെ എന്നുള്ള മട്ടിലുള്ള ഒരു വാർത്ത അത് കൊണ്ടുവന്നു. സസ്നേഹം, ശ്രീലേഖ.